ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കുറച്ച് മിത്തുകളെ പുതിയ അപ്ഡേറ്റിൽ വന്ന ഫീച്ചറൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഫസ്റ്റ് ഉള്ളത്. പക്ഷെ നമ്മളെ ഈ സോഫന്റെ അവിടെ വരെ രണ്ട് ലൈറ്റ് ഇതാ കാണും, ഒന്ന് നീലും ഒന്ന് ചുവപ്പും. അത് കത്തും, അത് നൈറ്റ് ആണെന്താ ഈ ചുവപ്പും അവിടെ കിടക്കുന്ന നീലും ലൈറ്റ് കത്തും. പിന്നെ പുറത്തൊരു ലൈറ്റും കൂടെ ഉണ്ട്, അതും കത്തും. അതിന് നൈറ്റ് ആയാൽ മാത്രമേ കത്തുള്ളൂ. നമുക്ക് നേരെ നൈറ്റ് ആക്കാം. അപ്പൊ നൈറ്റ് ആക്കിയിട്ട് കത്തിന് കാണിച്ചു തരാം. പക്ഷെ നൈറ്റ് ആക്കിയപ്പോ കത്തുക. പക്ഷെ ഇതാരൊക്കെ അറിഞ്ഞിക്കണമെന്ന് കമന്റ് ചെയ്യ താഴെ. പക്ഷെ പോലെ നീലും ചുവപ്പും കത്തും. പിന്നെ അപ്പുറത്ത് ചുവപ്പ് കളറാണ്, രണ്ട് ചുവപ്പ് ഒരു നീലാണ്. അപ്പൊ ഞാൻ അപ്പുറത്തെ കളറും കാണിച്ചു തരാം. അപ്പുറത്ത് നമ്മൾ മേശല്ല, അതിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതാണ് കഴിച്ചിട്ടുണ്ട. ഈ ലൈറ്റും ആ ലൈറ്റും ചുവപ്പാണ്, പക്ഷെ അവിടെ മാത്രം നീല. എന്തായാലും വെച്ചാൽ എനിക്കറിയാം, ഒരു നീല രണ്ട് ചുവപ്പ് എന്തായാലും അറിയാം. ഇനി നമുക്ക് രാവിലെ അവകാശമുണ്ട്. ഇവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റും. പക്ഷെ അടുത്ത മിത്ത് എന്ന് പറയുന്നത് അടിപൊളി രാവിലെ ആണ്. നമുക്ക് നേരെ രാവിലെ ആയിട്ട് നമുക്ക് നേരെ കാണാം. പക്ഷെ രാവിലെ ആക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിക്കണമെന്ന് എനിക്കറിയില്ല, ഞാനൊരു കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് പോലീസിനെ വിളിച്ചിടും. പോലീസ് വണ്ടി അപ്പൊ 100 ക്ലിക്ക് ചെയ്യുക. അപ്പൊ 100 അടിച്ചു. അപ്പൊ പോലീസ് വണ്ടി വന്നിക്കണം. ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പോലീസുകാരെ എത്തിച്ചിടും. അതിനായിട്ട് നമുക്ക് ഗണ്ണെടുത്ത് കണ്ട് ആരെയും ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്താൽ പോലീസുകാർ വരും. അപ്പൊ നമുക്ക് നേരെ ഗണ്ണെടുക്കാം. പക്ഷെ അതിന് ഗണ്ണെടുത്ത് നമുക്ക് അവിടെ നിൽക്കുന്ന രണ്ടാൾക്കാരെ ഷൂട്ട് ചെയ്യാം. ഒരാളെ ഷൂട്ട് ചെയ്ത് നോക്കാം. ഒരാളെ ഷൂട്ട് ചെയ്തേക്കണേ. പക്ഷെ ഇപ്പൊ പോലീസുകാർ അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് കാണാ. അവിടുന്ന് വരുന്നുണ്ട്, ഇവിടുന്ന് ഒന്നും വരുന്നില്ല. നമുക്ക് ഞാൻ കാണിച്ചു തരാം പോലീസിൽ എന്താ മിസ്റ്റേക്ക്. ഇവിടെ പോലീസ് വണ്ടി എത്തിക്കോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പോലീസ് വണ്ടി എത്തി ഇപ്പൊ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ പോലീസ് വണ്ടിന്റെ മുകളിൽ ഇതാ ലേറ്റ് എത്തണം. പക്ഷെ ഈ പോലീസ് വണ്ടിന്റെ മുകളിൽ ലേറ്റ് ഇല്ലണ്ട. അതാണ് പുതിയ അപ്ഡേറ്റിൽ വന്ന മിസ്റ്റേക്ക്. ആദ്യമൊക്കെ നമ്മള് പോലീസ് വണ്ടി വിളിച്ചുമ്പോ ഒച്ചൊക്കെ ഉണ്ട്, ഇപ്പൊ ഒച്ച ഇല്ലാട്ടാ. ഓൽതില് ലേറ്റ് ഉണ്ട്, നമ്മതിൽ ലേറ്റ് ഇല്ല. അപ്പൊ ഇതാണ് അടുത്ത മിഥ്യം കണ്ടാ. ഓല് ഞങ്ങൾ ലേറ്റ് ഇങ്ങനെ കത്തുണ്ട്, അതാ വണ്ടിയാണ് ഓല് ലേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചില്ല ലേറ്റ് കത്തൂല. ആദ്യമൊക്കെ കത്തിയില്ല. ഇനി അടുത്തത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഈ സ്റ്റാർ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാല് നമ്മളെ പോലീസുകാർ ഒന്നും ചെയ്യൂല എന്നാ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ ഓലൊന്നും ചെയ്യൂല എന്നാ പറഞ്ഞത്. നമുക്ക് നേരെ നോക്കാം. നമ്മൾ മതിൽ ചാടി അപ്പുറത്തേക്ക് അടുക്കാം. പക്ഷെ അങ്ങനെ മതിൽ ചാടി വലിയ ടീണെങ്കിൽ നമുക്ക് നേരെ നീച്ചുകളും കാത്തിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നീച്ചുകളും ചെറുക്ക നീച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ നീച്ചുകളും പോലീസുകാർ ഇവിടേക്ക് വന്നത്. അപ്പൊ ഇത് കൺഫേം ഒന്നല്ല, ഇതൊരു ഫേക്കാ തോന്നുന്നുണ്ട്. ഇനി എനിക്കറിയാം ശരിയാവാത്താന്നൊന്നും അറിയില്ല. ഈ പോലീസുകാരെ കാര്യമായിട്ട് അയക്കുന്നത് നമ്മളെ മതില് ചാടിയതാ കുഴപ്പമായതൊന്നും അറിയില്ല. ഇനി സ്റ്റാർ കുറഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ സ്റ്റാർ ഉണ്ടായാണ് പോലീസ് സ്റ്റേഷനിക്ക് വന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാ പറഞ്ഞത്. അത് കേട്ട് ഞാൻ നോക്കിയതാണ്. അപ്പൊ പോലീസുകാരൊക്കെ വന്നു. നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാണ് ഗണ്ണിച്ച് ഷൂട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് താഴത്തേക്ക് പോവാം. പക്ഷേ ഇവരൊക്കെ ഗണ്ണിട്ട് ഷൂട്ട് ചെയ്തേക്കണം. പക്ഷെ ഇനി ഒരു ആളോടെ വീഡിയോ ഒക്കെ ഉണ്ട്, ഇവിടുന്നൊക്കെ വെടിക്കണം. പക്ഷെ അടുത്തത് പറഞ്ഞാൽ ബീച്ച് സൈഡിലേക്ക് പോകണം. നമ്മളെ ഡ്രോണില്ല, നമ്മളെ പുതിയ അപ്ഡേറ്റ് വന്നാൽ അതായിട്ട് നമുക്ക് ഭൂമിന്റെ അടിക്ക് പോയി തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ പറ്റും. അത് നിങ്ങളെ ആരും ട്രൈ ചെയ്ത് നോക്കിക്കണം. ട്രൈ ചെയ്തിട്ടില്ല ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അങ്ങനെ ഞാൻ ബീച്ച് സൈഡിൽ എത്തിക്കണം. നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാം. ഇവിടെ എവിടെ ഉണ്ടാവില്ല ഗൈസ്, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ നിർത്താം. പോലീസ് വണ്ടി നമ്മളെ മുന്നിൽ പോലീസ് വണ്ടി പൊന്തികാണ്ട് അടിപൊളി പോലീസ് വണ്ടിയാ തോന്നുന്നു. പൊന്തി തന്നെ നമുക്ക് നേരെ ബോട്ട് വരുത്തിച്ച് കണ്ട് നമുക്ക് നേരെ ചെയ്ത് നോക്കാം. അതിന് പോലീസ് വണ്ടികളൊക്കെ ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് നമ്മളെ പണിക്കോ. ഏകദേശം നമ്മൾ അതിന്റെ ബോട്ട് വിളിച്ചിക്കണ് 301 എന്നാണ്. അപ്പൊ നമ്മള് നേരെ ബോട്ട് വിളിച്ചിക്കണ്. പക്ഷെ നമുക്ക് നേരെ ബോട്ടിന്റെ ഉള്ളിൽ കയറി കണ്ട് നമുക്ക് നേരെ നല്ല മോണം പോവാണ്ട്. അപ്പൊ ഇത് കുറച്ച് റിസ്ക് ആണ്, നല്ല ദൂരത്തേക്ക് പോകണം. നമുക്ക് ലാസ്റ്റ് നമ്മൾ അവിടെ നേരത്തെ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുറച്ചും കൂടെ പോയാലും അവിടുത്തെ ഇപ്പൊ കടലിന്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിരിക്കണം. വള്ളത്തിന്റെ കണ്ട നമ്മളിപ്പോ രണ്ടത്തിന്റെ നടുക്കാൻ നിൽക്കണം. ഇപ്പൊ അടിക്കാർ ഇങ്ങനെ താഴത്തേക്കൊന്നും വെക്കൂലണ്ട. നമ്മളിപ്പോ അവിടെ എത്തിക്കണം. ശരിക്കും നമ്മൾ താഴത്തേക്ക് വീകേണ്ടിയതാണ്, പക്ഷെ വെക്കൂല. നമ്മൾ കടലിന്റെ ഭൂമിന്റെ നടുക്കാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വെല്ല വളച്ച് കാണാൻ നമുക്ക് വള്ളത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റണ്ട. വേണ്ട, ഇവിടെ നോക്കിയാൽ നമ്മളെ വള്ളത്തിന്റെ അടിയിൽ പോയത്. പക്ഷെ നമ്മള് വള്ളത്തിന്റെ അടുത്ത് പോയാല് ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട. അപ്പൊ നമ്മൾ രണ്ടത്തിനും നടുക്കാണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.